ഹായ് കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ക്ലൗഡ് 9 എന്ന യൂണിറ്റിലെ ലോഫിംഗ് സോങ് എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. ഈ പോം എഴുതിയിട്ടുള്ളത് വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന ഒരു ഫേമസ് ബ്രിട്ടീഷ് പോയറ്റാണ്. ഈ ഒരു പോമിൻ്റെ ടൈറ്റിൽ ലോഫിംഗ് സോങ് എന്നാണ് അല്ലേ. ലോഫിംഗ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലോഫിംഗ്? നമ്മൾ പൊട്ടിച്ചിരിക്കുന്നതിനാണ് ലോഫിംഗ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴാണ് പൊട്ടിച്ചിരിക്കുന്നത്? നമ്മളെപ്പോഴെങ്കിലും ഒരു നല്ല തമാശയൊക്കെ കേൾക്കുമ്പോൾ, നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് വി ലോഫ്. നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്തല്ലേ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ലോഫിംഗ് സോങ് നല്ല ഹാപ്പിനെസ് തരുന്ന ഒരു സോങ് ആയിരിക്കാം ലോഫിംഗ് സോങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. സംടൈംസ് ദ ഷിയർ പ്രസൻസ് ഓഫ് നേച്ചർ ഫിൽസ് അസ് വിത്ത് ജോയ്. ചില സമയത്ത് ഷിയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്നാണ് അർത്ഥം. ഷിയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, മുഴുവനായും. സംടൈംസ് ദ ഷിയർ പ്രസൻസ് ഓഫ് നേച്ചർ ഫിൽസ് അസ് വിത്ത് ജോയ്. നമ്മൾ ചില സമയത്ത് പ്രകൃതിയുടെ സാന്നിധ്യം, പ്രസൻസ് എന്ന് പറഞ്ഞാൽ സാന്നിധ്യം എന്നർത്ഥം. അതായത് പ്രകൃതി ചില സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷം നൽകും എന്നാണ് പറയുന്നത്. പ്രകൃതിയുടെ സാന്നിധ്യം ചില സമയത്ത് നമുക്ക് സന്തോഷം നൽകും. വി സീ ലോഫർ ഹാപ്പിനെസ് ആൻഡ് ഹാപ്പിനെസ് ഓൾ അറൗണ്ട് അസ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ചുറ്റും സന്തോഷവും പൊട്ടിച്ചിരിയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രകൃതിയിൽ നമുക്ക് പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളും ചിരിക്കുന്നതായും അവയിൽ സന്തോഷമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നാണ് പോയറ്റ് പറയുന്നത്. പോയറ്റല്ല, നമ്മൾ അങ്ങനെയാണ് ഈ ഒരു കവിതയിൽ, ഈ ഒരു പോമിൽ പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പോം ലോഫിംഗ് സോങ്. അപ്പോൾ നമുക്കിനി ലോഫിംഗ് സോങ് എന്ന പോമിലേക്ക് കടക്കാം. എന്താണ് ലോഫിംഗ് സോങ് എന്ന പോമിൽ വില്യം ബ്ലേക്ക് പറയുന്നത് എന്ന് നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹാപ്പി ബേർഡ്സ് ആൻഡ് ഹാപ്പി നേച്ചർ. ഇവിടെ ഈ ട്രീസൊക്കെ നല്ല ഇലകളും പൂക്കളും ഒക്കെ വന്നിട്ട് നിൽക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് അല്ലേ. ഏത് സമയത്താണ് തളിരിലകളും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്ന സമയം? ചെടികളിലും ട്രീസിലൊക്കെ സ്പ്രിംഗ് സീസണിലാണ് അല്ലേ. മലയാളത്തിൽ നമ്മൾ വസന്തകാലം എന്ന് പറയും. ചെടികളൊക്കെ പൂവിട്ട് പുതിയ കായ്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന, തളിരിലകൾ വരികയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സീസണിനെയാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോയിറ്റ് പറയാണ്, വെൻ ദ ഗ്രീൻ വുഡ്സ് ലോഫ് വിത്ത് എ വോയിസ് ഓഫ് ജോയ്. ഗ്രീൻ വുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുൻപ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വുഡ്സ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് എന്നാണ് അർത്ഥം. വെൻ ദ ഗ്രീൻ വുഡ്സ് ഫോറസ്റ്റ് എല്ലാം ഗ്രീൻ കളറായി നിൽക്കുകയാണ്. അതായത് നല്ല പുതിയ തളിരിലകളെല്ലാം വന്ന് നല്ല ഗ്രീൻ കളറായി ബ്യൂട്ടിഫുള്ളായി നിൽക്കുന്ന ഫോറസ്റ്റ് വുഡ്സ് ലോഫ് വിത്ത് എ വോയിസ് ഓഫ് ജോയ്. അപ്പോൾ നമ്മുടെ ഈ ട്രീസിലൊക്കെ ഇങ്ങനെ കാറ്റ് തട്ടുന്ന സമയത്ത്, വിൻഡ് വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാവും. ആ സൗണ്ടിനെയാണ് നമ്മുടെ പോയറ്റിയുടെ ലോഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രീൻ വുഡ്സ് ലോഫ് ചെയ്യുകയാണ്, ചിരിക്കുകയാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൗണ്ട്, ഈ കാറ്റൊക്കെ തട്ടുമ്പോൾ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സൗണ്ടിനെ പോയറ്റ് എന്താണ് പറയുന്നത്? ലോഫ്, പൊട്ടിച്ചിരി. നമ്മുടെ ചെടികളിലും മരങ്ങളിലെ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഒരു ചിരിയായിട്ടാണ് പോയറ്റ് അതിനെ കാണുന്നത്. ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലോഫിംഗ് ബൈ. ഡിംപ്ലിംഗ് സ്ട്രീം അല്ലേ. അപ്പോൾ ഡിംപിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്തൊക്കെ കവിളിലുണ്ടാകുന്ന നുണക്കുഴിയില്ലേ, നുണക്കുഴിക്കാണ് ഡിംപിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിംപ്ലിംഗ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അരുവി അല്ലേ. അരുവിക്കാണ് സ്ട്രീം എന്ന് പറയുന്നത്. നമ്മുടെ പിക്ചറിൽ കാണാൻ പറ്റും, ഇവിടെ അരുവി ഒഴുകുന്നുണ്ട്. ഈ അരുവിക്കാണ് സ്ട്രീം എന്ന് പറയുന്നത്. ഡിംപ്ലിംഗ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ മഴത്തുള്ളിയോ അല്ലെങ്കിൽ ഒരു കല്ലോ ഒക്കെ വെള്ളത്തിലിടുമ്പോൾ ആ സർഫസിൽ എന്തുണ്ടാവും? നമ്മൾ ആ കല്ലിടുന്ന ആ ഒരു സ്ഥലം, ആ ഒരു അടയാളം ഉണ്ടാവില്ലേ, ഒരു കുഴി പോലെ ആയിട്ട്, പിന്നെ അത് പോവുകയും ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്? ഡിംപ്ലിംഗ് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഒഴുകുന്ന പുഴയിൽ ഇങ്ങനെ മഴത്തുള്ളിയോ അല്ലെങ്കിൽ ഇലയോ അല്ലെങ്കിൽ മരത്തിൽ നിന്നും എന്തെങ്കിലും കായ്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണിട്ട് അതിലിങ്ങനെ അടയാളമൊക്കെ ഉണ്ടാക്കി ആ ഒരു
ശബ്ദത്തോടെ എന്ത് ചെയ്യാണ്, സ്ട്രീം ഇങ്ങനെ ഒഴുകുകയാണ്. ആ ശബ്ദത്തിനെയും നമ്മൾ എന്താണ് പറയുന്നത്, സ്ട്രീം ലോഫ് ചെയ്യുകയാണ്, സ്ട്രീം ചിരിക്കുകയാണ് എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വുഡ്സ് ഫോറസ്റ്റ് ചിരിക്കുന്നുണ്ട്, അതുപോലെ സ്ട്രീമും ചിരിക്കുന്നുണ്ട്. സന്തോഷം നിറഞ്ഞുകൊണ്ടുള്ള ഒരു എന്താ പറയുക യാത്രയാണ് നമ്മുടെ സ്ട്രീം നടത്തുന്നത് എന്നാണ് പോയിറ്റ് പറയുന്നത്. വെൻ ദ എയർ ഡസ് ലോഫ് വിത്ത് ആർ മെറി വിറ്റ്. വിറ്റ് എന്ന് പറഞ്ഞാൽ ഫൺ, തമാശ എന്നർത്ഥം. മെറി ഹാപ്പി. വെൻ എയർ ഡസ് ലോഫ് വിത്ത് ആർ മെറി വിറ്റ്. പ്രകൃതിയിലുള്ള ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം, പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും സന്തോഷം കണ്ടിട്ട് എയർ എന്ത് ചെയ്യുന്നു, എയറും ചിരിക്കുന്നു. എയർ നമ്മുടെ കാറ്റടിക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ടിനെ ആയിരിക്കാം നമ്മുടെ പോയറ്റ് എന്ന് പറയുന്നത്, ലോഫ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഗ്രീൻ ഹിൽ ലോഫ്സ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. ആ സൗണ്ട്, എയറിൻ്റെ ലോഫിങ് സൗണ്ട് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രീൻ ഹിൽ, പച്ച നിറഞ്ഞ ഹില്ല്, കുന്നുകൾ ലോഫ് ചെയ്യുന്നു, ചിരിക്കുന്നു. അപ്പോൾ എല്ലാ ഒബ്ജക്ട്സും, ഈ പ്രകൃതിയിലുള്ള നേച്ചറിലുള്ള എല്ലാ ഒബ്ജക്ട്സും എന്താണ്, ഹാപ്പിയാണ്. ദേ ആർ ഓൾ ലോഫിങ്. എല്ലാ ജീവജാലങ്ങളും എല്ലാ ഒബ്ജക്ട്സും ചിരിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റാൻസ. വെൻ ദ മെഡോസ് ലോഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ. മെഡോസ് എന്ന് പറഞ്ഞാൽ പുൽത്തകിടി. ഇതിവിടെ കണ്ടില്ലേ നിങ്ങൾ, പച്ച നിറഞ്ഞ പ്രദേശം, അതാണ് മെഡോ. മെഡോസ് ലോഫ് വിത്ത് ലൈവ്ലി ഗ്രീൻ. അതായത് നല്ല ജീവനുള്ള പച്ച നിറത്തിൽ കാണപ്പെടുന്ന മെഡോസും എന്ത് ചെയ്യുന്നുണ്ട്, ലോഫ് ചെയ്യുന്നു. ആ മെഡോസിൻ്റെ ഭംഗി കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അതെല്ലാം സന്തോഷം കൊണ്ട് ലോഫ് ചെയ്യുന്നു. ദ ഗ്രാസ് ഹോപ്പർ ലോവ്സ് ഇൻ ദ മെറി സീൻ. ഈ സന്തോഷം നിറഞ്ഞ മെറി സീൻ എന്ന് പറഞ്ഞാൽ ഈ സന്തോഷം നിറഞ്ഞ രംഗത്ത് ആരും ലോഫ് ചെയ്യുന്നു, ഗ്രാസ് ഹോപ്പർ. ചെറിയ ഒരു ക്രീച്ചറാണ് ഗ്രാസ് ഹോപ്പറും ലോഫ് ചെയ്യുന്നു. വെൻ മേരി ആൻഡ് സൂസൻ ആൻഡ് എമിലി. 3 കുട്ടികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഒരു മനുഷ്യക്കുട്ടികളുടെ കാര്യം ഈ ഒരു പോയമിൽ പറയുന്നത്. ഇതുവരെ മറ്റുള്ള ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ മറ്റു പല ഒബ്ജക്ട്സും ലോഫ് ചെയ്യുന്നതും അവരുടെ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്നതുമാണ് ഇതുവരെ പോയിട്ട് പറഞ്ഞത്. ഇപ്പോഴാണ് മേരി, സൂസൻ ആൻഡ് എമിലി എന്നീ 3 കുട്ടികളും എന്ത് ചെയ്യുന്നു, വിത്ത് ദെയർ സ്വീറ്റ് റൗണ്ട് മൗത്ത് സിങ് ഹ ഹ ഹ ഹ ഹ ഹേ, അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ട് പാട്ട് പാടുന്നു. സ്വീറ്റ്സ് റൗണ്ട് മൗത്ത്സ്, അതായത് അവർ പാട്ട് പാടുകയാണ്. ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള വായകൾ കൊണ്ട് എന്നാണ്. അപ്പോൾ അത് കവി ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നതാണ്. വിത്ത് ദെയർ സ്വീറ്റ് റൗണ്ട് മൗത്ത് സിങ് ഹ ഹ ഹേ. അവരും പാട്ട് പാടുകയാണ്. പാട്ട് പാടുകയാണ്. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ദെൻ തേർഡ് സ്റ്റാൻസ. വെൻ ദ പെയിൻറ്റഡ് ബേർഡ്സ് ലോഫ് ഇൻ ദ ഷെയ്ഡ്. പെയിൻറ്റഡ് ബേർഡ്സ്, എന്താണ് പെയിൻറ്റഡ് ബേർഡ്സ്? നല്ല നിറമുള്ള പക്ഷികൾ, പെയിൻറ്റ് ചെയ്തതുപോലെ നിറമുള്ള ബേർഡ്സ്. ലോഫ് ഇൻ ദ ഷെയ്ഡ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണലിലിരുന്ന് പാട്ട് പാടുന്നു. ദ പെയിൻറ്റഡ് ബേർഡ്സ് ലോഫ് ഇൻ ദ ഷെയ്ഡ്. തണലിലിരുന്ന് അവയും എന്ത് ചെയ്യുന്നു, ലോഫ് ചെയ്യുന്നു, ചിരിക്കുന്നു. എപ്പോഴാണ് ചിരിക്കുന്നത്, സന്തോഷം വരുമ്പോൾ, അല്ലേ. ഹാപ്പി, വെൻ ദേ ആർ ഹാപ്പി. വേർ ആർ ടേബിൾ വിത്ത് ചെറീസ് ആൻഡ് നട്ട്സ് സ്പ്രെഡ്. എവിടെയാണ് ആ മരത്തിൻ്റെ ഷെയ്ഡ് ഉള്ളത്? വേർ ആർ ടേബിൾ, നമ്മുടെ പോയറ്റിൻ്റെ ടേബിൾ, പോയറ്റ് ഇരിക്കുന്ന ടേബിളിൻ്റെ ആ ഭാഗത്താണ് ഷെയ്ഡ് ഉള്ളതും അവിടെയാണ് ഈ പക്ഷികൾ പെയിൻറ്റഡ് ബേർഡ്സ് ലോഫ് ചെയ്യുന്നതും. ആ ടേബിളിൽ എന്തൊക്കെയുണ്ട്? വിത്ത് ചെറീസ് നട്ട്സ് ഈ സ്പ്രെഡ്. ചെറീസും നട്ട്സും ഒക്കെ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നിന്നാണ് ബേർഡ്സ് ലോഫ് ചെയ്യുന്നത്. കം ലിവ് ആൻഡ് ബി മെറി. കം ലൈവ് ആൻഡ് ബി മെറി ആൻഡ് ജോയിൻ വിത്ത് മീ. പോയിട്ട് പറയാണ്, കം ലൈവ്, എല്ലാവരും നല്ല എന്താ പറയുക, കം ലൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരും നല്ല ഉഷാറായിട്ട് വരൂ. ആൻഡ് ബി മെറി, എന്നിട്ട് ഹാപ്പി ആവൂ. ആൻഡ് ജോയിൻ വിത്ത് മീ, എൻ്റെ കൂടെ കൂട്ടുകൂടൂ എന്ന് പോയിട്ട് പറയുകയാണ്. ടു സിങ് സ്വീറ്റ് കോറസ് ഓഫ് ഹ ഹ ഹേ. എന്നിട്ട് ഈ ഒരു പ്രകൃതിയുടെ ഹാപ്പിനെസ്സിൽ പങ്കുചേർന്നിട്ട് സ്വീറ്റ് കോറസ്, എല്ലാവരുടെയും കൂടെ ഒത്തുചേർന്ന് പാട്ട് പാടൂ. എങ്ങനെയാണ്? ഹ ഹ ഹേ എന്ന്
പാട്ട് എല്ലാവരും കൂടി പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ പോയറ്റ് എല്ലാവരെയും ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വില്യം ബ്ലേക്കിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോം ലാഫിംഗ് സോങ്. എല്ലാവരും ഈ പോം നന്നായിട്ട് വായിക്കുക, ഇതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കി വായിക്കുക. നമുക്ക് ഇതിൽ അപ്രിസിയേഷനൊക്കെ എഴുതാനുണ്ടാവും. എല്ലാ കൂട്ടുകാരും പോം നന്നായിട്ട് വായിക്കുക. ഈ പോമിലെ ആക്ടിവിറ്റികൾ അടുത്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്